ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കാശ്മീരിൽ പലസ്തീനെയും ഹമാസിനെയും പിന്തുണച്ച് പ്രതിഷേധങ്ങൾ നടക്കുമെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് ശ്രീനഗറിലെ ജാമിയ മസ്ജിദ് അധികൃതർ സീൽ ചെയ്യുന്നത്. അതേസമയം വിഘടനവാദി നേതാവായ മിർവായിസ് ഉമർ ഫാറൂഖിനെ വീണ്ടും തടവിലാക്കിയതായും റിപ്പോർട്ടുണ്ട്. ഗാസയിലെ ഇസ്രായേൽ നടപടികൾക്കെതിരെയും പലസ്തീനെ പിന്തുണച്ചുമാണ് ഇസ്ലാമിസ്റ്റുകൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയോ പ്രകടനങ്ങൾ നടത്തുകയോ ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ പരന്നത്. ഇത് താഴ്വരയുടെ സമാധാന ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചേക്കും. ഇതേ തുടർന്നാണ് താൽക്കാലികമായി മസ്ജിദ് സീൽ ചെയ്യാൻ തീരുമാനിച്ചത്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് യോഗി പറഞ്ഞത്, ഇവിടാരെങ്കിലും ഹമാസിന് അനുകൂലമായ മുദ്രാവാക്യം മുഴക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു, ഇവിടെ പറ്റില്ല. ഇപ്പോ UP സ്വതന്ത്ര ഭാരതം എടുക്കുന്ന ഒരു തീരുമാനം രാജ്യവിരുദ്ധമല്ല. ആ തീരുമാനത്തിന് പ്രതികൂലമായിട്ടൊരു തീരുമാനം എടുക്കുന്നതാണ് രാജ്യവിരുദ്ധമായി മാറുന്നത്. ശ്രീനഗർ നഗരത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് പലപ്പോഴും ഇന്ത്യ വിരുദ്ധ വികാരത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറുകയായിരുന്നു. ജാമിയ മസ്ജിദിൽ നിന്ന് പലസ്തീൻ അനുകൂല ഇസ്രായേൽ വിരുദ്ധമായ പ്രതിഷേധങ്ങൾ പതിവായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പള്ളിയിലും പരിസരത്തും സുരക്ഷാ വിന്യാസം ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. വിഘടനവാദി നേതാവായ മിർവായിസ് ഉമർ ഫാറൂഖിനെ 4 വീട്ട് തടങ്കലിലാക്കിയതായി ഇദ്ദേഹത്തിന്റെ നേതാവിന്റെ സഹായിയാണ് അറിയിച്ചത്. രേഖാമൂലമുള്ള ഉത്തരവില്ലാതെ തന്റെ വസതിയിൽ നിന്ന് പുറത്തു വരാൻ ഫാറൂഖിന് അനുവാദമില്ല. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ കാശ്മീരിൽ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നതായി സൂചനകൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയത്. തുർക്കിയിലെ അന്നത്തെ സ്ഥാനപതിയെ സ്ഥാനഭ്രഷ്ടനാക്കി അബ്ദുൽ മജീദിനെ അതിന്റെ പേരിലായിരുന്നു 1921 ഇവിടത്തെ ജിഹാദി തീവ്രവാദികൾ യുദ്ധം തന്നെ ചെയ്തത്, കലാപം തുടങ്ങിയത്. ഇവിടെ അമുസ്ലിങ്ങളെ അരജീവനായും കാൽ ജീവനായും മുക്കാൽ ജീവനായും ഒക്കെ വെട്ടി തുവൂർ കിണറിലിട്ടിട്ട് 3-ന്റെ അന്ന് അവരോട് ബദർ യുദ്ധത്തിൽ മരിച്ചവരെയൊക്കെ പിടിച്ച് കിണറ്റിനകത്തിട്ടിട്ട് പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുപോലെ അതേ രീതി തന്നെ ഈ കേരളക്കരയിൽ മലബാറിന്റെ മണ്ണിലും ആവർത്തിച്ചു അവർ. എന്തിന്? തുർക്കിക്ക് വേണ്ടി. നമ്മൾ പ്രതീക്ഷിച്ചതാണിത്. പക്ഷേ നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്നൊന്ന് സംശയിച്ചിരുന്നു. പക്ഷെ ആ സംശയം ഫലവത്തായില്ല. അതുകൊണ്ട് പലസ്തീൻ അനുകൂലികൾ കേരളത്തിൽ 15ഓളം സ്ഥലങ്ങളിൽ ഇസ്രായേലിനെതിരായി മുദ്രാവാക്യം വിളിച്ചില്ലേ? വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സമ്മേളനങ്ങൾ നടത്തിയില്ലേ? രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായി പ്രഖ്യാപനങ്ങൾ എടുക്കുന്നത്, നടപടികളും നിലപാടുകളും എടുക്കുന്നത് രാജ്യവിരുദ്ധമായി പരിഗണിക്കാൻ പറ്റുന്ന കുറ്റമാണോ എന്ന് എനിക്കറിയില്ല. നോക്കാം. 4 വർഷമായി വീട്ടു തടങ്കലിലായിരുന്ന ഹുറിയത്ത് കോൺഫറൻസ് ചെയർമാനായ മിർവായിസ് ഉമർ ഫാറൂഖിനെ മോചിപ്പിച്ചത് ഈ അടുത്താണ്. 2019 ഓഗസ്റ്റിൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഇയാളെ വീട്ടുതടങ്കലിലാക്കിയത്. ഇന്നലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയതായിട്ടാണ് വിവരമറിയുന്നത്. തുടർന്ന് നഗരത്തിലെ അഞ്ജുമാൻ ഔക്കാഫ് ജാമിയ മസ്ജിദിൽ നടന്ന ജുമുഅ നമസ്കാരത്തിന് അയാൾ തന്നെ നേതൃത്വവും നൽകിയത്രേ. സഞ്ചാര സ്വാതന്ത്ര്യവും ജുമുഅയിൽ പങ്കെടുക്കാനുള്ള അനുമതിയും തേടിയുള്ള മിർവായിസിന്റെ ഹർജിയിൽ പ്രതികരണം അറിയിക്കാൻ ജമ്മു കാശ്മീർ ഹൈക്കോടതി ഈ മാസം 15-ന് അധികൃതർക്ക് 2 ആഴ്ച സമയം നൽകിയിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ആളെ വീട്ടുതടങ്കലിലാക്കുന്നത്. മിർവായിസിന് മേൽ നിയന്ത്രണമൊന്നുമില്ല എന്ന അധികൃതർ നിലപാടെടുത്തിരുന്നതെങ്കിലും ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ വസതിക്ക് ചുറ്റും കനത്ത പോലീസ് കാവലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിഘടനവാദ നിലപാടുള്ള 26 കാശ്മീരി സംഘടനകളുടെ കൂട്ടായ്മയാണ് ഹുറിയത്ത് കോൺഫറൻസ്. ലോകത്തെന്തെവിടെ നടന്നാലും ശരി, അതിനകത്ത് ഇരകളായിട്ടുള്ളതോ വേട്ടക്കാരായിട്ടുള്ളതോ മുസ്ലിങ്ങളാണെങ്കിൽ നമ്മുടെ നാട്ടിലെ കുറച്ച് ജിഹാദികൾക്ക് കൊണ്ടിളകും. ഇപ്പോ ഇസ്രായേൽ ഗാസ പ്രശ്നം വന്ന സമയത്ത്
കുറെ മുസ്ലിങ്ങൾ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അറബ് മേഖലകളിൽ അവരിറങ്ങി അങ്ങോട്ട് ഇസ്രായേലിനെതിരെ സമരം ചെയ്യാൻ തുടങ്ങി. അവരുടെ മുദ്രാവാക്യങ്ങൾ കനത്തപ്പോൾ ഖത്തർ അങ്ങോട്ട് ഇടപെട്ടു. അതെ, മതം മാറിയ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തന്തയാരാണ് എന്ന് കൃത്യമായിട്ടറിയാത്ത ഇന്ത്യൻ മുസ്ലിങ്ങൾ മറ്റുള്ള മുസ്ലിങ്ങളുടെ വിഷയത്തിൽ വല്ലാണ്ട് കയറി നിലവിളിക്കണ്ട, നിങ്ങൾ മോങ്ങണ്ടാന്ന്. അതുപോലെ ഇനിയും പാകിസ്ഥാനെയും അറബ് രാജ്യങ്ങൾ തള്ളിമറിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ പലസ്തീന്റെ പ്രശ്നം പറഞ്ഞിട്ട് മോങ്ങിക്കാറാൻ വേണ്ടി മുട്ടി നിൽക്കുന്ന ആളുകൾ ആദ്യം ഇസ്രായേലിനെ കയറി ആക്രമിച്ച ഹമാസിനെതിരെ എന്തുകൊണ്ടാണ് സംസാരിക്കാൻ തയ്യാറാകാത്തത്? ഇവരുടെയൊക്കെ ഉള്ളിലും ഓരോ ഹമാസ് തീവ്രവാദി ഉറങ്ങിക്കിടക്കുകയല്ലേ. പിന്നെ അവർക്ക് എങ്ങനെയാണ് ഹമാസിന് പ്രതികൂലമായി സംസാരിക്കാൻ പറ്റുന്നത്? വീണ്ടും പാക് പ്രകോപനം ജമ്മുവിലെ അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം. ജമ്മുവിലെ ഇന്നലെ 6 സെക്ടറിൽ പാകിസ്ഥാൻ നടത്തിയ വെടിവയ്പിൽ 2 BSF ജവാന്മാർക്ക് പരിക്കേറ്റു. BSF ശക്തമായ പ്രത്യാക്രമണവും നടത്തി. 965 ദിവസങ്ങൾക്ക് ശേഷമാണ് അതിർത്തിയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ജമ്മുവിലെ 6 സെക്ടറിൽ പാക് റേഞ്ചേഴ്സ് വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. അതിർത്തിയിൽ ലൈറ്റുകൾ മാറ്റുകയായിരുന്ന 2 BSF ജവാന്മാർക്ക് പാക് വെടിവെപ്പിൽ പരിക്കേറ്റു. തുടർന്ന് BSF ശക്തമായ പ്രത്യാക്രമണം നടത്തി. അതിർത്തിയിൽ പാക് റേഞ്ചേഴ്സിന്റെ പോസ്റ്റുകൾ ലക്ഷ്യമിട്ടായിരുന്നു BSFന്റെ തിരിച്ചടി. 2021 ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് ധാരണയായതാണ്. തുടർന്ന് ഇങ്ങോട്ടുള്ള 965 ദിവസം അതിർത്തിയിൽ വെടിവെപ്പുണ്ടായിട്ടില്ല. ഇക്കുറിയും പാകിസ്ഥാനാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. രാത്രിയുണ്ടായ പ്രകോപനത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തിയിലെങ്ങും പട്രോളിംഗ് ശക്തമാക്കി ജനം. അതായത് പാകിസ്ഥാൻ എന്തും ചെയ്യാം, ഹമാസ് തീവ്രവാദികൾക്ക് എന്തും ചെയ്യാം. അന്ന് ചൈന നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ പഞ്ചപുച്ഛമടക്കി മാപ്പും പറഞ്ഞു നിന്ന ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്ത്യയെ കയറി പാകിസ്ഥാൻ ചൊറിയുമ്പോഴെല്ലാം മിണ്ടാതെ നിശബ്ദമായി ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോയ ഭാരതമല്ല ഇന്നത്തെ ഭാരതം. അതുകൊണ്ട് 2 ജവാന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ 20 ജവാന്മാരുടെ ജീവൻ എടുക്കാൻ ഇന്ന് ഇന്ത്യൻ സൈന്യം വളരെയധികം മികച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യയെ കയറി വല്ലാണ്ട് ചൊറിഞ്ഞാൽ ഇല്ലാണ്ടായി പോകും. ഇറാൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടായിരുന്നു പലസ്തീനുമായി ചേർന്ന് വന്നത്. എന്ത് സംഭവിച്ചു? പിൻവലിഞ്ഞു. എന്താ കാരണം? ഇന്ത്യ 2ാമത്തെ തവണയും നെതന്യാഹുവിനോട് ഞങ്ങൾ ഇസ്രായേലിനോടൊപ്പമാണ് എന്ന് ആവർത്തിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും നിലപാട് കടുപ്പിക്കുകയും ചെയ്തപ്പോൾ കുവൈത്ത് അയഞ്ഞു പിന്നോട്ട് പോയി, ഖത്തർ അയഞ്ഞ് പിന്നോട്ട് പോയി, ഇറാൻ അയഞ്ഞ് പിന്നോട്ട് പോയി. ഇന്ത്യ മുന്നോട്ട് വന്നപ്പോൾ ഫ്രാൻസ്, അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലിന് കട്ട പിന്തുണയുമായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യ പഴയ ഇന്ത്യയല്ല. ഇന്ത്യ ഭരിക്കുന്നത് പഴയ ഭരണാധികാരികളുമല്ല. അതുകൊണ്ട് പ്രതിരോധം സൃഷ്ടിക്കാനാണെങ്കിലും പ്രത്യാക്രമണം സൃഷ്ടിക്കാനാണെങ്കിലും ഉപകാര സ്മരണയ്ക്കാണെങ്കിലും ശരി, മനുഷ്യത്വത്തിനും എല്ലാത്തിനും നമ്പർ 1 തന്നെയാണ് എന്റെ ഭാരതം എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. നന്ദി.